നമസ്കാരം. ഇലക്ഷൻ റിസൾട്ട് വരാൻ ഇനി 13 ദിവസങ്ങളാണ്. ഇതിനിടയിൽ ബംഗാളിലും അതേപോലെ തമിഴ്നാട്ടിലും ഇലക്ഷൻ നടക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ 4-ാം തീയതി, അതായത് മെയ് 4-ാം തീയതി റിസൾട്ട് വരും. മെയ് 4-ാം തീയതി വന്നാൽ 5-ാം തീയതിയോ 6-ാം തീയതിയോ പുതിയ ഭരണം കേരളത്തിൽ വരും. ഇപ്പോൾ CPM-ന്റെ ഏറ്റവും പുതിയ അടിത്തട്ടുള്ള റിപ്പോർട്ട്, ബൂത്ത് തലത്തിലുള്ള റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഓരോ മണ്ഡലത്തിലും ബൂത്ത് തലത്തിലുള്ള ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടുകളുടെ ശരാശരി കണക്ക് മനസ്സിലാക്കി പുതിയ റിപ്പോർട്ട് കൃത്യമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കിട്ടിയിരിക്കുകയാണ്. അതിന്റെ കോപ്പി പിണറായി വിജയന്റെ കൈവശമുണ്ട്. നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നത് എന്താണ്? 100-ൽ പരം, 100 മുതൽ 115 വരെയൊക്കെ സീറ്റ് UDF-ന് കിട്ടാം, BJP-ക്ക് 3 മുതൽ 5 സീറ്റ് കിട്ടാം എന്നുള്ളതായിരുന്നു നേരത്തെ വന്ന കണക്ക്. ഇപ്പോൾ ഏറ്റവും പുതിയ CPM-ന്റെ പാർട്ടിയുടെ ഘടകങ്ങളുടെ താഴെത്തട്ടുള്ള ഘടകങ്ങളുടെ അടക്കമുള്ള റിപ്പോർട്ട് വന്നപ്പോൾ CPM അധികാരത്തിൽ വരില്ല എന്ന് തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ കണക്കുകളെല്ലാം കൃത്യമായിരിക്കും. ഏറ്റവും അടിത്തട്ടിലുള്ള കൃത്യമായി കണക്ക് പറയാൻ കഴിവുള്ളവരാണ് CPM. ഞാൻ CPM-നുടെ പ്രവർത്തിച്ച ഒരാളാണ്, SFIക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. എനിക്കറിയാം SFIയുടെയും CPM-ന്റെ ഒക്കെ രീതി. ആ പഴയ രീതിയൊക്കെ വിട്ടു, ഇപ്പൊ കേഡർ സംവിധാനം വിട്ടു, ഇപ്പൊ ബൂർഷാ സംസ്കാരമാണ് CPM-നുള്ളതെങ്കിലും അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഉണ്ട്. പാവപ്പെട്ട CPM പ്രവർത്തകർ ഇപ്പോഴും വിശ്വസിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇവിടെ വിപ്ലവം വരാൻ പോകുന്നതാണ്. എന്നാൽ വിപ്ലവം നടക്കുന്നത് പിണറായി വിജയൻ എങ്ങനെ സ്വന്തം മകനെയും കുടുംബത്തെയും സംരക്ഷിക്കാം, ഈ കട്ട മുതലെല്ലാം വിദേശത്ത് കൊണ്ടുപോയി എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രകാരം പിണറായി വിജയൻ ഈ റിസൾട്ട് വരുന്ന ദിവസം ചിലപ്പോൾ ഇവിടെ ഉണ്ടാകണമെന്നില്ല. അദ്ദേഹം ആ ദിവസം ചിലപ്പോൾ വിദേശത്ത് പറന്നിരിക്കും. ആ പറന്നു പോകുന്നത് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാനല്ല. അദ്ദേഹത്തിന്റെ ഇവിടെ പാർട്ടി നശിച്ചാലും നശിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് CPM-ന്റെ റിപ്പോർട്ട് പ്രകാരം 88 മുതൽ 108 വരെ സീറ്റുകൾ UDF-ന് കിട്ടാം എന്നുള്ളതാണ്. 88 മുതൽ 108 വരെ സീറ്റുകൾ കിട്ടാം. BJP-ക്ക് 3 മുതൽ 5 സീറ്റുകൾ വരെ കിട്ടാം. അതോടൊപ്പം LDF-ന് 49 സീറ്റുകൾ മുതൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 29 മുതൽ 49 സീറ്റുകൾ വരെ കിട്ടാം എന്നാണ് പറയുന്നത്. അതായത് CPM തകർന്നടിയാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. പിണറായി വിജയൻ ഒരിക്കലും ഇവിടെ പ്രതിപക്ഷ നേതാവായി വരാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ രാഷ്ട്രീയം വിട്ട് നേരെ വിദേശത്തേക്ക് പോകാനും അസുഖം എന്നുള്ള പേരിൽ അദ്ദേഹം ചികിത്സ തേടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും വലിയ തിരിച്ചടിയാണ് CPM-ന് കിട്ടാൻ പോകുന്നത്. ആവറേജ് 47% വരെ UDF-ന് അനുകൂലമായി മാറി എന്നുള്ളതാണ് കണക്ക്. BJP-ക്ക് 15 മുതൽ 17% വരെ കിട്ടാം. UDF-ന് 45 മുതൽ 47% വരെ വോട്ടുകൾ കിട്ടുമ്പോൾ BJP-ക്ക് 15 മുതൽ 17 വരെ ശതമാനം കിട്ടാം. CPM-ന്റെ ശതമാനം 33 മുതൽ ചിലപ്പോൾ 40% വരെ കിട്ടാം എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് ദയനീയമായ പരാജയമാണ് CPM LDF-നെ കാത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന. അവരുടെ കണക്ക് പ്രകാരം ഓരോ ജില്ലയിലും അവർക്ക് കിട്ടുന്ന സീറ്റുകളുടെ കണക്ക് പ്രകാരം ഇങ്ങനെയാണ്. കാസർഗോഡ് 3 മുതൽ 4 സീറ്റ് വരെ UDF-ന് കിട്ടാം. അത് കാസർഗോഡ്, മഞ്ചേശ്വരം, അതേപോലെ ഉദുമ, കാഞ്ഞങ്ങാട് കിട്ടുന്നതല്ല, കാഞ്ഞങ്ങാട് CPI വിജയിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ തൃക്കരിപ്പൂർ വിജയിക്കുമെന്ന് ഉറപ്പായി തന്നെ UDF വിശ്വസിക്കുന്നു, CPM വിശ്വസിക്കുന്നു. അതിന്റെ കണക്കുകൾ പ്രകാരം തൃക്കരിപ്പൂരിൽ 5000 മുതൽ 9000 വോട്ടിന് അവിടെ അട്ടിമറി വിജയം ആര് നേടാൻ സാധ്യതയുണ്ട്? സന്ദീപ് വാര്യർ നേടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ്. അതേസമയം ഉദുമയിൽ ടൈറ്റ് ഫൈറ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ 3 സീറ്റ് ഉറപ്പായിട്ടും വിജയിക്കും. കാസർഗോഡ്, അതേപോലെ മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗ് വിജയിക്കും. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ തോൽക്കുമെന്ന് അടിവരയിട്ട് വരികയാണ്. അത് 10000 മുതൽ 20000 വരെ വോട്ടുകൾ ചിലപ്പോൾ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ തോൽക്കുക. എന്നാൽ അങ്ങനെയല്ല. കാസർഗോഡ് മണ്ഡലത്തിൽ ചിലപ്പോൾ 5 മുതൽ 15 വരെ 10000 വോട്ടുകൾക്ക് അശ്വനി തോൽക്കാമെന്നാണ്. അതായത് അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടന്നിട്ടുണ്ട് കാസർഗോഡ് എന്നുള്ളതാണ്. അതായത് മഞ്ചേശ്വരത്തിന് പകരം കാസർഗോഡേക്ക് BJP-യുടെ ഫൈറ്റ് മുന്നോട്ട് പോയിരിക്കും. അതേസമയത്ത് ഇവിടെ നമ്മൾ കണക്കെടുത്ത റിപ്പോർട്ടിൽ എല്ലാത്തരം കാര്യം അശ്വനിയെ മഞ്ചേശ്വരത്ത് കൊണ്ടിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ അട്ടിമറി വിജയം നേടാൻ അവർക്ക് കഴിയുമായിരുന്നു. BJP-ക്കുള്ളിൽ ശക്തമായ എതിർപ്പാണ് സുരേന്ദ്രനെതിരെ കാസർഗോഡ് ഉള്ളത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. കണ്ണൂരിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് ഉള്ളത്. അതായത് അവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 5 മുതൽ 6 സീറ്റ് വരെ UDF നേടാമെന്നാണ്. 5 മുതൽ 6 സീറ്റ് വരെ UDF നേടാമെന്നാണ്. ഇത് വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. അവിടെ 2 സീറ്റുകളാണ്
കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ളത് പേരാവൂറും അതേപോലെ ഇരിക്കൂറും. എന്നാൽ ഇത്തവണ അഴീക്കോടും അതേപോലെ കണ്ണൂരും തളിപ്പറമ്പും ഉറപ്പായിട്ട് UDF ജയിക്കുമെന്നുള്ളതാണ്. അതായത് തളിപ്പറമ്പ് ജയിക്കുമെന്ന് കൃത്യമായി തന്നെ ഇതിൽ പറയാണ്. അപ്പൊ അതിൽ ഒരു സീറ്റ് കൂടെ കൂടുതൽ നേടാൻ സാധ്യതയുണ്ട്. അത് പയ്യന്നൂരാവാം, ചിലപ്പോൾ ധർമ്മടവുമാകാം എന്നുള്ള സൂചനയാണ് പറയുന്നത്. അവിടുത്തെ UDF സ്ഥാനാർത്ഥിയുമായി നേരത്തെ സംസാരിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞത് MV ജയരാജൻ പറഞ്ഞത് ധർമ്മടത്ത് പോലും ടൈറ്റ് ഫൈറ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കണ്ണൂർ ജില്ലയിൽ വലിയ അട്ടിമറികൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 5 മുതൽ 6 സീറ്റ് വരെ UDF നേടാമെന്ന് പറഞ്ഞാൽ CPM 11 സീറ്റിൽ 5 സീറ്റിലേക്ക് ഒതുങ്ങുന്നു, അല്ലെ മാക്സിമം പോയാൽ 6 സീറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. കണ്ണൂർ എന്തായാലും UDF ജയിക്കും എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അഴീക്കോട് ജയിക്കുമെന്ന് പറയുന്നുണ്ട്. പേരാവൂറും ഇരിക്കൂറും ജയിക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ തളിപ്പറമ്പ് ഉറപ്പായി ജയിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ ഒരു സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അത് ചിലപ്പോൾ ധർമ്മടമോ അല്ലെങ്കിൽ പയ്യന്നൂരോ ആകാം. പയ്യന്നൂർ വലിയ തോതിലുള്ള അട്ടിമറികൾ നടന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ചിലപ്പോൾ ചുരുങ്ങിയ വോട്ടിനാണെങ്കിലും UDF ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വളരെ ഞെട്ടിക്കുന്ന, അതായത് CPM-നെ വളരെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് അവരുടെ കയ്യിലുള്ളത്. അതിന്റെ ബഹിസ്ഫുരണമാണ് ഇപ്പോൾ കണ്ണൂരിലെല്ലാം നടക്കുന്നത്. വളരെ ഗുരുതരമായ ആക്രമണങ്ങൾ നടക്കുന്നു. CPM ആക്രമണം പയ്യന്നൂരിൽ പല മേഖലകളിലും കടന്നു കയറുകയാണ്. കുഞ്ഞികൃഷ്ണനോടൊപ്പം നിന്ന ആളുകൾക്കെതിരെയുള്ള നടപടികൾ തുടരുകയാണ്. എന്നാൽ അതുകൊണ്ടൊന്നും അവിടെ അട്ടിമറികൾ നടക്കാതിരിക്കില്ല. കുഞ്ഞികൃഷ്ണൻ TK ഗോവിന്ദനെ ഉയർത്തിവിട്ട പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പിന്തുണയോട് കൂടിയിട്ടാണെന്നുള്ള സംശയം കൃത്യമായിട്ട് പാർട്ടി സംസ്ഥാന പാർട്ടിക്കുമുണ്ട്. അതായത് അവിടെ MV ജയരാജനെയും P ജയരാജന്റെയും അതേപോലെ EP ജയരാജന്റെയും ഷംസീറിന്റെയും പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് സംശയാസ്പദമായ കാര്യങ്ങളാണ് ഉണ്ടാക്കിയത്. അവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് CPM-നുള്ളിൽ പിണറായി വിജയൻ ആധിപത്യം അവസാനിപ്പിക്കാനും പുതിയ സംവിധാനം കൊണ്ടുവരാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി കണ്ണൂരിൽ മുഴുവൻ സീറ്റുകളും ഒരാളിനോട് പറഞ്ഞത്, കണ്ണൂരിലെ CPM-ന്റെ പ്രമുഖനായ ഒരാൾ പറഞ്ഞത്, കണ്ണൂരിലെ 11 സീറ്റും UDF നേടിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. ഇത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇലക്ഷനിൽ പല അട്ടിമറികളും നടന്നുള്ള സ്ഥലമാണ് കേരളം. നമുക്കറിയാം, അടിയന്തരാവസ്ഥ സമയത്ത് തകർന്നു തരിപ്പണമായിരുന്നു കേരളം. പിന്നെ ഇതിൽ പറയുന്ന കൂത്തുപറമ്പ് ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന മണ്ഡലം എന്ന് പറയുന്നുണ്ട്. കൂത്തുപറമ്പോ ധർമ്മടമോ പയ്യന്നൂരാകാം. 5 മുതൽ 5 സീറ്റ് എന്തായാലും UDF-ന് കിട്ടുമെന്ന് പറയുന്ന ഒരു കണക്കാണ് വന്നിരിക്കുന്നത്. വയനാട്ടിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ തവണ ജയിച്ച മാനന്തവാടി സീറ്റ് തവണ UDF നേടിയെടുക്കും എന്ന് കൃത്യമായി CPM റിപ്പോർട്ട് പറയും. കേളുവേട്ടൻ തോൽക്കും. കേളു നല്ലൊരു മനുഷ്യനാണെങ്കിലും അവിടെ തോൽക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വീടിലെ വിള്ളൽ കാര്യങ്ങൾ ഇലക്ഷന് മുമ്പായിട്ട് വന്നിരുന്നെങ്കിൽ കേരളത്തിലെ 140 സീറ്റും സ്വീപ്പായി പോയിരുന്നേനെ. പിണറായി വിജയന്റെ കള്ളത്തരങ്ങളുടെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് അവിടുത്തെ വീട്, അവിടെ മുണ്ടക്കൈ ദുരിതത്തിൽപ്പെട്ടവർക്ക് ഉണ്ടാക്കിയ വീട് എന്ന് നമുക്കറിയാം. കോഴിക്കോടെ കടക്കുമ്പോഴാണ് CPM-നെ ഞെട്ടിക്കുന്നത്. CPM റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് മിനിമം 10 സീറ്റുകൾ വരെ UDF മിനിമം നേടാം, എന്നാൽ 13 സീറ്റും നേടാവുന്ന സാഹചര്യമുണ്ട്. അതായത് റിയാസ് അടക്കമുള്ള ആളുകൾ തോൽക്കും. CPM-ലെ ശക്തി കേന്ദ്രങ്ങളായ പേരാമ്പ്രയും അതേപോലെ ബാലുശ്ശേരിയും അതേപോലെ ബേപ്പൂരും അവിടെ തോൽക്കാമെന്നുള്ളതാണ്. അത്രയും ശക്തമായ വികാരമാണുള്ളത്. കഴിഞ്ഞ തവണ 13 സീറ്റിൽ 11 സീറ്റും LDF-നായിരുന്നു. അതും വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. എന്നാൽ ഇത്തവണ ദയനീയമായ പരാജയമായിരിക്കും കോഴിക്കോട് ഉണ്ടാവുക എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. ഇപ്പോൾ സ്ട്രോങ് റൂമിന്റെ വിവാദങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് കോഴിക്കോടാണ്. ഇപ്പം പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം തുറന്നു എന്ന് പറയുന്ന വലിയ ഇഷ്യൂ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതിനിടയിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. റിപ്പോർട്ട് പ്രകാരം 10 മുതൽ ചിലപ്പോൾ 13 സീറ്റും UDF നേടാമെന്ന് പറയുന്നത് CPM-ന്റെ റിപ്പോർട്ടാണെന്ന് ഓർക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മലപ്പുറത്ത് 15 സീറ്റ് വരെ UDF, 15 സീറ്റ് മിനിമം UDF നേടും. ഒരു സീറ്റ് തവന്നൂർ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. തിരൂരോ താനൂരോ ഇപ്രാവശ്യം UDF-ന് കിട്ടില്ല. നിലമ്പൂരോ UDF-ന് കിട്ടില്ല. കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റുകളൊന്നും തന്നെ ഇത്തവണ കിട്ടില്ല. തവന്നൂരിലും ജോയ് വിജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് മലപ്പുറം 16 സീറ്റും UDF നേടുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാടേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു സീറ്റ് BJP നേടാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ടൈറ്റ് ഫൈറ്റ് ആണ് പറയുന്നത്. ഒരു സീറ്റ് ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ടാണ് CPM റിപ്പോർട്ട് പറയുന്നത്. അതോടൊപ്പം അവിടെ 5 സീറ്റ് മുതൽ 6 സീറ്റ് വരെ UDF നേടാം. 12 സീറ്റിൽ 5 മുതൽ 6 സീറ്റ് വരെ UDF നേടാം. തിരിച്ചും LDF 5 മുതൽ 6 സീറ്റ് വരെ നേടാമെന്നാണ്
CPM റിപ്പോർട്ടിലുള്ളത്. ഇതോടൊപ്പമാണ് നമ്മുടെ തൃശ്ശൂരിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും രസകരമായ കാര്യം 5 മുതൽ 7 സീറ്റ് വരെ അവിടെ കഴിഞ്ഞ വർഷം ചാലക്കുടി മാത്രമാണ് UDF അനുകൂലമായി കിട്ടിയതെങ്കിൽ ഇത്തവണ 5 മുതൽ 7 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. തൃശ്ശൂർ ഇത്തവണ UDF വിജയിക്കും. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പത്മജ വേണുഗോപാൽ മത്സരിച്ച സ്ഥലത്ത് അവിടെ രാജൻ പള്ളൻ നല്ല ഭൂരിപക്ഷത്തിന് ചിലപ്പോൾ 15,000 മേലെ വോട്ടിന് അവിടെ വിജയിക്കാം. ഇതേപോലെ തന്നെ മണലൂര്, ഗുരുവായൂര്, കൊടുങ്ങല്ലൂര്, ചാലക്കുടി, ഇതേപോലെ ഇരിഞ്ഞാലക്കുട, ഈവൻ നാട്ടിക അടക്കമുള്ള സ്ഥലങ്ങൾ UDF നേടാമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. കൊടുങ്ങല്ലൂരിൽ നല്ല മുന്നേറ്റമാണ് UDF ഉണ്ടാക്കിയിരിക്കുന്നത്. നാട്ടികയിൽ CPI സ്ഥാനാർത്ഥി മാറിയത് കൊണ്ടുണ്ടായുള്ള പ്രശ്നമാണ്. ഇരിഞ്ഞാലക്കുടയിൽ ടീച്ചറോടുള്ള വിരോധമാണ് അവിടെ ഉണ്ണിയാടൻ വിജയിക്കാനുള്ള സാധ്യത വന്നിരിക്കുന്നത്. ചാലക്കുടി നേരത്തെ UDFന്റെ കൂടെ ആയിരുന്നു, സനീഷ് ആയിരുന്നു. ഇതേപോലെ തന്നെ ഗുരുവായൂർ കഴിഞ്ഞ ലോകസഭാ മണ്ഡലത്തിൽ മുരളീധരൻ അനുകൂലമായി നിന്ന സ്ഥലമാണ്. ഗുരുവായൂരില് ഉറപ്പായിട്ടും അവിടെ ഗോപാലകൃഷ്ണൻ ദയനീയമായി പരാജയപ്പെടും. BJPക്ക് ശക്തമായ തിരിച്ചടിയാണ് അവിടെ കിട്ടാൻ പോകുന്നത് എന്നാണ്. ചേലക്കര LDF വിജയിക്കും. അതേപോലെ വടക്കാഞ്ചേരിയും UDF വിജയിക്കുമെന്നാണ് പറയുന്നത്. ഈ രൂപത്തിൽ 5 മുതൽ 7 സീറ്റ് വരെ തൃശ്ശൂരിൽ UDF വിജയിക്കുമെന്ന് CPMന്റെ റിപ്പോർട്ടാണെന്ന് ഓർക്കണം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എറണാകുളത്തേക്ക് കടക്കുമ്പോൾ 2 സീറ്റുകളിൽ മാത്രമാണ് LDFന് പ്രതീക്ഷയുള്ളത്. ഒന്ന് തൃപ്പൂണിത്തുറയും കുന്നത്തുനാടും. വേറൊരു സീറ്റിലും അവർക്ക് പ്രതീക്ഷയില്ല. പ്രത്യേകിച്ച് കൊച്ചിയിൽ UDF വിജയിക്കുമെന്ന് അവർ തന്നെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കും. 12 മുതൽ 14 സീറ്റ് വരെ. നേരത്തെ കോതമംഗലമൊക്കെ LDF വിജയിക്കുമെന്നുള്ള ഒരു ധാരണ ഇതുണ്ടായിരുന്നു. ഇപ്പോൾ കോതമംഗലം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ തുടങ്ങി ആലുവ തുടങ്ങി എല്ലാ മണ്ഡലങ്ങളും നമ്മുടെ VD സതീശൻ 20,000-ൽ മേലെ വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ VD സതീശൻ 20,000 മുതൽ 30,000 വരെ വോട്ടിന്, ചിലപ്പോൾ അതിൽ കൂടുതൽ വോട്ടിന് പറവൂരിൽ വിജയിക്കാം. അതേപോലെ എറണാകുളത്ത് മുൻപത്തേക്കാൾ വലിയ ഭൂരിപക്ഷമായിരിക്കും. അതേപോലെ കൊച്ചിയിൽ 5,000 മുതൽ 7,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഷിയാസിനുണ്ടാകാം. 5,000 മുതൽ 7,000 വരെ. ഷിയാസ് പറയുന്നത് 17,000 വോട്ട് വരെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും 5,000 മുതൽ 7 വരെ എന്ന് പറഞ്ഞാൽ അവർ കടിച്ചു പിടിച്ചിട്ടുള്ള റിപ്പോർട്ടാണല്ലോ CPMന്റെ. അപ്പം അത് സ്വാഭാവികമായിട്ട് ശരിയാവാനാണ് സാധ്യത. ഇനി കോട്ടയത്തേക്ക് കടന്നാൽ 7 മുതൽ 9 സീറ്റ് വരെ UDF നേടാം. 2 സീറ്റുകൾ എന്ന് പറയുന്നത് വൈക്കവും അതേപോലെ കാഞ്ഞിരപ്പള്ളിയുമാണ്. ഈ സീറ്റുകളും UDF പിടിച്ചെടുക്കാം. വലിയ തോതിലുള്ള ഇടതുപക്ഷ ശക്തമായ ഭരണവിരുദ്ധ കൊടുങ്കാറ്റാണ് ഈ മണ്ഡലങ്ങളിൽ നടക്കുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒറ്റക്കെട്ടായി എറണാകുളത്തും ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ആഞ്ഞു വീശിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ 2 മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒറ്റക്കെട്ടായി എൻ ബ്ലോക്കായി ആർക്ക് കിട്ടിയിട്ടുണ്ട്? UDFന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. പൂഞ്ഞാറിലും അതേപോലെ പാലയിലും നല്ല മത്സരമാണ് PC ജോർജും ഷോൺ ജോർജും കാഴ്ചവെച്ചെങ്കിലും അവിടെ വിജയിക്കില്ല എന്നുള്ളതാണ്. 2ാം സ്ഥാനത്തേക്ക് ഷോൺ ജോർജ് പാലയിൽ വരും. അതേപോലെ PC ജോർജ് 2ാം സ്ഥാനത്തായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും വളരെ ശക്തമായ കൊടുങ്കാറ്റ് തന്നെ ഈ മണ്ഡലങ്ങളിലുണ്ട്. അതേപോലെ ഇടുക്കിയിൽ 5-ൽ 5 സീറ്റും നേടുമെന്ന് പറയുമ്പോൾ പത്തനംതിട്ടയിൽ 1 സീറ്റാണ് LDFന് അനുകൂലമായി ഈ CPM റിപ്പോർട്ട്. 5 സീറ്റിൽ 4 സീറ്റും UDF നേടുമെന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്ന സ്ഥലമാണ് ആലപ്പുഴയിൽ 5 മുതൽ 7 സീറ്റ് വരെ UDF നേടുമെന്നാണ് പറയുന്നത്. 5 മുതൽ 7 സീറ്റ് വരെ, അത് 9 സീറ്റാണ് ആകെയുള്ളത്. 9 സീറ്റിൽ 5 മുതൽ 7 സീറ്റ് വരെ UDF നേടുമെന്ന് പറയുമ്പോൾ എത്ര സീറ്റാണ് മിനിമം LDFന് കിട്ടാൻ? 4 സീറ്റ്. കഴിഞ്ഞ തവണ അവിടെ സ്വീപ്പ് ആയിട്ട് എല്ലാ സീറ്റുകളും വാരിക്കൊണ്ടുപോയിട്ടുള്ളതാണ്. 1 സീറ്റും ഹരിപ്പാട് മാത്രമാണ് UDFന് അനുകൂലമായിട്ടുള്ളത്. ഇത്തവണ അങ്ങനെയല്ല. അവിടെ 5 മുതൽ 7 സീറ്റ് വരെ UDF നേടുമെന്ന് പറയുന്നു. അതിനർത്ഥം 9 സീറ്റും നേടാം UDFന് എന്നുള്ളതാണ്. 5 സീറ്റ് മുതൽ 7 സീറ്റ് വരെ ആലപ്പുഴയിൽ നേടുമെന്ന് പറയുമ്പോൾ പിന്നെ അമ്പലപ്പുഴയിൽ വൻ വിജയമായിരിക്കും G സുധാകരൻ എന്ന് കൃത്യമായി പറയുന്നു. G സുധാകരൻ എഫക്റ്റ് മറ്റു മണ്ഡലങ്ങളിലും ഉണ്ടാകാം. 5 മുതൽ 7 സീറ്റ് അതുകൊണ്ടാണ് കൂടുതലായി കിട്ടാൻ പോണത്. അതുകൊണ്ട് വലിയൊരു സ്വീപ്പ് വിജയമാണ് UDFന് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഏറ്റവും രസകരമായി ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ VS അനുകൂലമായിട്ടുള്ള വോട്ടുകൾ UDFന് പോയിട്ടുണ്ട് എന്ന് അവർ കൃത്യമായി വിലയിരുത്തുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ, അതേപോലെ കൊല്ലം, തിരുവനന്തപുരം ഈ ജില്ലകളിൽ VSന്റെ അനുയായികൾ മറച്ചു കുത്തിയിട്ടുണ്ട് UDFന് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആലപ്പുഴയിലും അതേപോലെ കൊല്ലത്തും തിരുവനന്തപുരത്തും UDFന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. UDFന് അനുകൂലമായിട്ട് CPMന്റെ സാധാരണ അണികൾ
വോട്ട് മാറ്റി കുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് അതുകൊണ്ട് തന്നെ വലിയൊരു തരംഗം ഉണ്ടായിട്ടുണ്ട്. UDF-ന് അനുകൂലമായി ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും അനുകൂലമായിട്ട് UDF-ന് ഉണ്ടെങ്കിലും അതിലപ്പുറത്തേക്ക് CPM അനുകൂല തരംഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് കൊല്ലത്തേക്ക് കിടക്കുമ്പോൾ 5 മുതൽ 7 സീറ്റ് വരെ UDF നേടുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം 2 സീറ്റ് കിട്ടിയ സ്ഥലമാണ് കൊല്ലം. ആ കൊല്ലത്ത് വലിയ അട്ടിമറികളാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അവിടെയെല്ലാം VS അച്യുതാനന്ദൻ അനുയായികൾ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. അതോടൊപ്പം VS-ന്റെ അനുകാരികളും UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് പറയുന്നത്. കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി വൻ വിജയം നേടും പറയുന്നു. പത്തനാപുരത്ത് ചാമക്കാല ഗണേശ് കുമാറിനെ തോൽപ്പിക്കുന്നു പറയുന്നു. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ വിജയിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത 2 സീറ്റുകളും നിലനിർത്തുമെന്ന് പറയുന്നു. ചടയമംഗലത്തും ഇത്തവണ അട്ടിമറി നടക്കുമെന്ന് പറയുന്നു. ഇതേപോലെ തന്നെ ചവറയിൽ UDF വിജയിക്കുമെന്ന് പറയുന്നു. ഈ രൂപത്തിൽ 5 മുതൽ 7 സീറ്റുകൾ വരെ UDF നേടുമെന്ന് പറയുമ്പോൾ CPM-ന്റെ നില വളരെ പരിങ്ങലാണ്. 5 മുതൽ 7 സീറ്റുകളെ വരെ വരാം, അവർ തിരിച്ചു നേടാം എന്നും പറയുന്നുണ്ട്. ഇതേപോലെ തിരുവനന്തപുരത്തേക്ക് കടക്കുമ്പോൾ ഏറ്റവും രസകരമായ കാര്യം UDF 4 മുതൽ 7 സീറ്റ് വരെ നേടുമെന്നാണ് പറയുന്നത്. അതേസമയത്ത് BJP-ക്ക് 2 സീറ്റുകൾ കിട്ടാം, നേമവും കഴക്കൂട്ടം ജയിക്കാം. എന്നാൽ വട്ടിയൂർക്കാവിൽ മുരളീധരൻ വിജയിക്കുമെന്ന് അസന്നിഗ്ധമായി പറയുന്നു. പ്രശാന്ത് അവിടെ തോൽക്കുമെന്നാണ് പറയുന്നത്. വർക്കലയിലും UDF ജയിക്കുമെന്നും ആണ് പറയുന്നത്. വർക്കലയിൽ UDF വിജയിക്കുമെന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ കോവളത്ത് UDF വിജയിക്കുന്നു, നെയ്യാറ്റിൻകരയിൽ UDF വിജയിക്കുന്നു പറയുന്നു. മാത്രമല്ല ചിലപ്പോൾ അതായത് തമിഴ്നാട്ടിന്റെ പാറശാലയ്ക്ക് അടുത്തുള്ള സ്ഥലത്ത് അവിടെ CSI സഭയുടെ സെക്രട്ടറി പ്രവീണിനെ നിർത്തിയത് വഴി ചിലപ്പോൾ നാടാർ വോട്ടുകൾ ഏകീകരിച്ച് തിരുവനന്തപുരത്ത് വലിയ അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതാണ്. അതായത് 5 മുതൽ 7 വരെ സീറ്റ് CP ജോൺ അവിടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ജയിക്കുമെന്ന് പറയുന്നു. അവിടെ വലിയ അട്ടിമറികളോടുകൂടി CP ജോൺ ജയിക്കുക. ആദ്യമായിട്ടാണ് CP ജോൺ ഇത്തവണ ജയിക്കുന്നത്. കേരളത്തിൽ പലതവണ CPM പല സ്ഥലത്തുനിന്ന് കുന്നംകുളത്ത് സ്ഥിരമായി നിന്നെങ്കിലും CP ജോണിന് ജയിക്കാൻ പറ്റിയില്ല. ഇത്തവണ തിരുവനന്തപുരത്ത് CPM അണികൾ തന്നെ CP ജോൺ അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇത്തവണ വൻ അട്ടിമറികളാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. തിരുവനന്തപുരം ആരാണോ അതാണ് കേരളം ഭരിക്കുക എന്നുള്ളതാണ്. ഇത്തവണ 5 മുതൽ 7 വരെ സീറ്റുകൾ UDF നേടുകയാണെങ്കിൽ തീർച്ചയായും അത് UDF-ന് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അവിടെ 2 സീറ്റുകൾ BJP ജയിക്കുമെന്നാണ് CPM റിപ്പോർട്ട് പറയുന്നത്. അതായത് മൊത്തം എടുത്തു നോക്കുമ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് പറയുമ്പോൾ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. നല്ല ടൈറ്റ് മത്സരമാണ് എന്ന് പറയുന്നത്. 0 മുതൽ 2 വരെ സീറ്റ് 0 മുതൽ 2 സീറ്റ് വരെ തിരുവനന്തപുരത്ത് ആര് ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്? BJP ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പം 3 സീറ്റുകൾ മൊത്തത്തിൽ BJP വിജയിക്കാൻ സാധ്യത. ഒന്ന് പാലക്കാടും, ഒന്ന് കോവളവും, കഴക്കൂട്ടവും, ഒന്ന് തിരുവനന്തപുരവും, നേമവുമാണ് പറയുന്നത്. എന്തായാലും കേരളത്തിൽ BJP അണികളിൽ നിന്ന് പോലും CPM അണികളിൽ നിന്ന് പോലും UDF-ന് അനുകൂലമായി വോട്ട് പോയിട്ടുണ്ട്. 2 ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടുണ്ട്. 3 പിണറായി വിരുദ്ധ വികാരമാണ് ഏറ്റവും അധികം ആഞ്ഞടിച്ചിട്ടുള്ളത്. ക്രിസ്ത്യൻ മുസ്ലിം ഏകീകരണം നടന്നിട്ടുണ്ട്. അതോടൊപ്പം ഏകീകരണം നടന്നിട്ട് ബ്ലോക്കായി UDF-ലേക്ക് പോയിട്ടുണ്ട്. അതിലുപരി ശബരിമല കൊള്ളയടക്കമുള്ള കാര്യങ്ങളിൽ വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഒരു പരിധിവരെ UDF-ന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത്, BJP-ക്ക് അനുകൂലമായിട്ടല്ല വോട്ട് ചെയ്തത് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഈവൻ ആറന്മുളയിൽ ദയനീയമായിട്ട് വീണ ജോർജ് തോൽക്കുമെന്ന് 3ാം സ്ഥാനത്തേക്ക് തള്ളിയാൽ പോലും അത്ഭുതപ്പെടേണ്ടില്ല എന്നുള്ള രൂപത്തിലാണ് പത്തനംതിട്ട ആറന്മുളയിൽ നിന്ന് വരുന്നത്. ആറന്മുളയിൽ വീണ ജോർജിന്റെ പരാജയം സുനിശ്ചിതമാണ്. കോഴിക്കോട് ബേപ്പൂരിൽ നല്ല ഫൈറ്റാണ്. PV അൻവർ അവസാന നിമിഷം വിജയിക്കുമെന്ന് തന്നെയാണ് അതിൽ പറയുന്നത്. എന്തായാലും കേരളത്തിൽ ഇനി 13 ദിവസങ്ങൾ മാത്രമേ ഇരിക്കെ CPM-നുള്ളിൽ നിന്നുള്ള റിപ്പോർട്ട് തീർച്ചയായും CPM എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് CPM-ന്റെ അണികൾ വളരെ രോഷാകുലരായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മിണ്ടാതെ സൈലന്റായി നേരെ വിദേശത്തേക്ക് പോകാനുള്ള പ്ലാനുകൾ ചെയ്യുന്നത് എന്നുള്ളതിന് കാരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം CPM റിപ്പോർട്ട് തന്നെ പറയുന്നത് പിണറായി വിജയനുള്ള പിന്തുണ, ജനങ്ങളുടെ പിന്തുണ 18%-നും 20%-നിടയ്ക്ക് താഴേക്ക് വന്നപ്പോൾ VD സതീശന് 37 മുതൽ 39% വരെ പിന്തുണയുണ്ട് എന്ന് കൂടി കാണിക്കുന്നു. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും പരിഗണിക്കപ്പെടുന്ന ഒരാൾ ആരാണ്? പിണറായി വിജയൻ അല്ല, VD സതീശനാണ് എന്ന് കൂടി പറയുന്നുണ്ട്. നന്ദി, നമസ്കാരം.